നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കുട്ടനാട് സെന്ററിൽ നിന്ന് ജീവിതം തിരികെ പിടിച്ച ഒരു 32കാരന്റെ കഥയുണ്ട്. 2024 ഡിസംബർ 3 എടത്വായിലുണ്ടായ ഒരു അപകടമാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന ശരത്തിന്റെ ജീവിതം തകർത്തത്. തലക്കേറ്റ പരിക്ക് നടക്കാൻ പോലും ആവാത്ത അവസ്ഥയിലേക്ക് ശരത്തിനെ മാറ്റി. ശാരീരിക വേദനയ്ക്കൊപ്പം കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു അത്. ദീർഘനാളത്തെ ആശുപത്രിവാസത്തിനു ശേഷം 2025 മാർച്ച് 10 ശരത്ത് ആൽഫയിലെത്തുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ് ജിൻജുവിന്റെ നിതാന്ത പരിചരണത്താൽ പിന്നീടുള്ള ദിനങ്ങൾ പുനർജീവനത്തിന്റെ നാളുകളായിരുന്നു. കരുത്തായി കുടുംബം ഒപ്പം നിന്നപ്പോൾ അത് ഉറച്ച കാൽവയ്പുകളാക്കാൻ ശരത്തിന് ധൈര്യം നൽകി. ഭാര്യ പഠനം തുടരുന്നതിനാൽ ഫിസിയോതെറാപ്പിക്കായി ശരത്തിനെ എത്തിക്കാനുള്ള ചുമതല അമ്മയും സഹോദരിയും ഏറ്റെടുത്തു. കുടുംബത്തിന്റെ പിന്തുണ മാനസികമായി കരുത്തു നൽകി. ഇതിനിടെ ആൽഫയിൽ ആരംഭിച്ച മിനി ലൈബ്രറി അദ്ദേഹത്തിന് മാനസിക ആശ്വാസമായി. വായനയിലുള്ള താല്പര്യം ചിന്തകൾക്ക് പുതിയ ദിശ നൽകി. ശാരീരിക ശേഷി വീണ്ടെടുത്ത ശരത്ത് ഇപ്പോൾ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഏതു വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന പാഠമാണ് ശരത്തിന്റെ ജീവിതം. അത് സെന്ററിലെ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ലെന്ന് ഭാരവാഹികൾ പറയുന്നു. ആൽഫ മൂവാറ്റുപുഴ സെന്ററിന്റെ പരിചരണം ലഭിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്ക് 14 ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് അംഗങ്ങളായ സിനി മണികണ്ഠൻ, ആശാ ദീപു, ഫിസിയോതെറാപ്പിസ്റ്റ് ഭീമ മുബാറക്, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചൻ എന്നിവർ സേവനത്തിലുള്ളവരുടെ വീടുകളിലെത്തി കിറ്റുകൾ കൈമാറി. ആൽഫയുടെ പരിശീലന പരിപാടികൾക്കായി സ്മാർട്ട് ബോർഡ് സമ്മാനിച്ച് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോയ് ഓഫ് ഹെൽപ്പിംഗ് സന്നദ്ധ സംഘടന. ആൽഫയുടെ ഡോക്ടർ, നഴ്സസ് പരിശീലന പരിപാടികൾക്ക് സ്മാർട്ട് ബോർഡ് വലിയ സഹായമാകും. ആൽഫ കുട്ടനാട്, തിരുവല്ല, പുനലൂർ സെന്ററുകൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകിയ സംഘടനയാണ് ജോയ് ഓഫ് ഹെൽപ്പിംഗ്. സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന രമേശ് ഷാ 1 വർഷം മുമ്പ് ആൽഫ തറവാടും കുട്ടനാട്, മാള, അന്തിക്കാട് സെന്ററുകളും സന്ദർശിച്ചിരുന്നു. കുട്ടനാട് സെന്ററിനും സ്മാർട്ട് ബോർഡ് സംഘടന നൽകിയിട്ടുണ്ട്. രമേശ് ഷായ്ക്കും സ്മാർട്ട് ബോർഡ് ലഭ്യമാക്കാൻ ഇടപെടൽ നടത്തിയ കുട്ടനാട് സെന്റർ പ്രസിഡന്റും ആൽഫ ഗവേണിംഗ് കൗൺസിൽ മെമ്പറുമായ ചന്ദ്രമോഹനും ആൽഫ കുടുംബത്തിന്റെ നന്ദി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.